ഇങ്ങനെ നമ്മുടെ കിഡിലൻ ടൊമാറ്റോ കറി കൂട്ടി ഒരു ഊണങ്ങ് തകർത്ത് കളയാൻ ഇങ്ങനെയുണ്ടെന്ന് നോക്കിക്കളയാ. അടിപൊളി. മതിയോ ചാറ്? ചാറ് പിന്നെ ഫിഷ് കറി അല്ലേ അവിടെ ഇരിക്കണത്. ചെമ്മീനാണെങ്കിൽ അങ്ങനെ, ഫിഷ് ഫ്രൈ ഇപ്പറ. അതെ. എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിൽ വന്ന് നിൽക്കുവാണ്. ഇതെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. നമ്മളിന്ന് കുറച്ച് പഴമയുള്ള ഒരു കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതായത് നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിൽ കുറച്ച് ടൊമാറ്റോ ഉണ്ടായി കിടപ്പുണ്ട്. പഴുത്ത ടൊമാറ്റോ പറിച്ച് ടൊമാറ്റോ കൊണ്ടുള്ള ഒരു ചാറുകറിയാണ് തയ്യാറാക്കുന്നത്. അത് വെജിറ്റബിൾ ഗാർഡൻ്റെ പരിപാടികളെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. ഞങ്ങളിവിടെ വന്ന് ഇത് പറിച്ചെടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഇത് പഴുത്തത് കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കാൻ എടുക്കാം. ഒരു 3-4 പഴുത്തത് കിടപ്പുണ്ട്. അത് നമുക്ക് പറിച്ചു കളയാം. പറിക്കട്ടെ എന്നാ? പറിച്ചോളൂ. അതെ, നമ്പർ 1 കണ്ടല്ലോ, കാണാമോ? ഒരു മിനിറ്റ്. പറിച്ചോ. ഒരെണ്ണം. ഞാൻ അപ്പറേ സൈഡിൽ അങ്ങോട്ട് നീങ്ങി നിക്കാം. നല്ല വെയിലടിക്കുന്നുണ്ട് എനിക്ക്. നീങ്ങി നിന്നോളൂ. കേട്ടോ, പറിക്കട്ടെ? പറിച്ചോ. അടിപൊളി. ഒരെണ്ണം പച്ച ഇടയ്ക്ക് കിടക്കണോണ്ട് സൂക്ഷിച്ച് പറിക്കണം. അതെ, അല്ലെങ്കിൽ പഴുത്തതും പച്ച എല്ലാം കൂടെ പോന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും. ഒരു മിനിറ്റ്. അടിപൊളി. ഇനി ഒരെണ്ണം കൂടെ പഴുത്തുകൊണ്ട് അതും കൂടെ നമുക്ക് പറിച്ചു കളയാം അല്ലേ. ഇത് ശരിക്ക് പഴുത്തിട്ടില്ല എങ്കിലും നമുക്ക് ഇതും കൂടെ അങ്ങ് പറിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഞങ്ങള് സാധാരണ രീതിയിലുള്ള തേങ്ങയരപ്പ് കറിയാണ്. കറി ഉണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. ഇത് നമ്മുടെ ഒരു വിഷാംശം ഇല്ലാതെ നാടൻ രീതിയിൽ ജൈവവളം മാത്രം ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ടൊമാറ്റോയാണ്. നമ്മുടെ എല്ലാ പച്ചക്കറിയും അങ്ങനെയാണ്. പിന്നെ ഇത് നമ്മൾ എല്ലാ ചെടിയുടെ എവിടെയും ഇങ്ങനെ കണ്ടമാനം വെയിലടിക്കുന്നത് കൊണ്ട് അതിന് ഷെയ്ഡായിട്ടാണ് ഈ വാഴക്കച്ചി ഇങ്ങനെ കീറി ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വാഴക്കച്ചി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെയിലിൻ്റെ ചൂടിനൊരു പരിധി വരെ ചെടിക്ക് താങ്ങായിട്ട് കിട്ടും. അതിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. പിന്നെ 2 നേരവും നനച്ചു കൊടുക്കും. അതാണ്. പിന്നെ ചാണകപ്പൊടിയാണ് ഇതിന്റെ വളമായിട്ട് അടിസ്ഥാന വളം കൊടുത്തേക്കണത്. അത് അമ്മ പറഞ്ഞല്ലോ, അതൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, നമുക്ക് കുക്കിങ്ങേ ഉള്ളൂ. ഇതെല്ലാം അപ്പയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ പോയി പറിച്ചെടുക്കണം കേട്ടോ. ഇത് നമ്മളിത് 4 എണ്ണം ഇതിൽ നിന്ന് പഴുത്തത് പറിച്ചെടുത്തു. നമുക്കിത് ധാരാളം മതി ഒരു നേരത്തേക്കുള്ള കറി. അപ്പം ഇനി നമുക്ക് ഇതും കൊണ്ട് പോയി കഴുകി വൃത്തിയാക്കി നുറുക്കിയെടുത്ത് കറി തയ്യാറാക്കാൻ തുടങ്ങാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വേറൊരു സംഗതി കൂടി ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടിക്കരുത്. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി ഇത് തയ്യാറെടുക്കാൻ തുടങ്ങാം. ഉച്ചയാകുമ്പോൾ നമുക്കിത് കഴിക്കണ്ടേ കറി? പിന്നെ കറി. അപ്പം വെജിറ്റബിൾ ഗാർഡനിൽ ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ കറി അല്ലേ. വേറെ ഇതൊന്നും ഇല്ലല്ലോ ഇതിൽ, പ്രിസർവേറ്റീവ്സ് അല്ല, വേറെ മരുന്നുകളൊന്നും ചേർത്തിട്ടില്ലല്ലോ. നമ്മൾ ചാണകപ്പൊടിയിൽ വളർന്നു വന്നിരിക്കുന്ന ടൊമാറ്റോ ചെടിയാണത്. നമുക്ക് പോയി കളഞ്ഞാലോ. നമ്മുടെ സ്വന്തം ടൊമാറ്റോ തോട്ടത്തിലെ ടൊമാറ്റോ കഴുകി നീറ്റാക്കി ഒരു ടൊമാറ്റോ 2ആയിട്ട് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് പോയത് ഇങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഈ ഞെടുപ്പെടുത്ത് കളയണം കേട്ടോ. ഒരെണ്ണത്തിന്റെ എടുക്കണം. കാണിച്ചു തരാം. കാണിച്ചു തരാം. ഈ ഞെടുപ്പ് ഞെടുപ്പെന്നല്ലേ ഇതിന് പറയണത്. ഇതിങ്ങനെ ഞെട്ട് മാറ്റണം കേട്ടോ. എന്നിട്ട് സ്ലൈസ് ചെയ്യണം. സ്ലൈസ് ചെയ്യണേ എങ്ങനെ വേണമെങ്കിലും ഡിപ്പെൻസ്, അവനവന്റെ ഇഷ്ടം പോലെ. നമ്മൾ ഈ രീതിയിലാണേ ഉള്ളൂ. വട്ടത്തിലരിയണമെങ്കിൽ വട്ടത്തിലരിയ. ചാറുകറിക്കല്ലേ കണ്ടോ? കണ്ടു. ആ ടൊമാറ്റോ 4 എണ്ണം പറിച്ചതിൽ 3 എണ്ണം നമ്മൾ എടുത്തോളൂ. അത് മതി, ധാരാളം മതി. പിന്നെ പല കറികളും അറിയും. ഒന്നാണ് അതിന് ചേർക്കണത് ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്ത് ഇതിന്റെ കൂടെ വേവിക്കാനാണ്. 2 പച്ചമുളക്. 2 പച്ചമുളക്, 2 എണ്ണം. കാന്താരി ഇട്ടില്ല കേട്ടോ, പച്ചമുളക് ഇതിനെടുത്ത്. ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ഇട്ട് വേവിക്കും കേട്ടോ. ഇഞ്ചി അരയ്ക്കുമല്ല കേട്ടോ. ഈ ടൊമാറ്റോയും സവോളയും
പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് വേവിക്കുക. ഉപ്പും സ്വല്പം മുളക് പൊടി മഞ്ഞപ്പൊടി ആ കൂടെ ചേർക്കണം. അത് വേവിക്കാൻ നേരത്ത് കാണിക്കാം. പിന്നെ നമുക്ക് അരയ്ക്കാനുള്ള സംഭവമാണ് ഒരു തേങ്ങയുടെ ഒരു മുറിയുടെ 3/4 ഭാഗം ഞാൻ ചിരണ്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ എന്തോരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് തേങ്ങ ചേർത്താൽ മതി. കൂടുതൽ തേങ്ങയായാൽ പുളിപ്പ് വരൂല. അതനുസരിച്ച് ഇതിപ്പോ ഞാൻ ഒരു മുറിയുടെ ഫുൾ എടുത്തിട്ടില്ല കേട്ടോ. തേങ്ങാമുറിയുടെ 3/4 ഭാഗം ചിരണ്ടിയിട്ടുണ്ട്. അതെ, നമ്മുടെ ഇപ്പൊ പുതിയ തേങ്ങ ഇട്ടുകൊണ്ട് പച്ചത്തേങ്ങ അപ്പൊ അരയ്ക്കാനും നല്ല ഇതാ. പിന്നെ ഒരു 3 ദളം ചുമന്നുള്ളി, 2 ദളം വെളുത്തുള്ളി, പിന്നെ പതിവ് എന്തെന്നാ ഇതാ കറിവേപ്പില. വേപ്പില. ഇത്രയും നമ്മള് അരപ്പാക്കി മാറ്റി വെക്കണം. ഇത് വേവിക്കുമ്പോ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കണോണ്ട് അരപ്പിൽ പിന്നെ അത് ചേർക്കണം. അങ്ങനെയാ നമ്മുടെ മെത്തേഡ് അതാ. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാൻ നോക്കിയാലോ? നമ്മുടെ കലത്തിലേക്ക് ഇതേ എല്ലാം ചേർക്കുക. ടൊമാറ്റോ, സവോള, പച്ചമുളക്, ഇഞ്ചി. കണ്ടോ? അതൊക്കെ ചുമ്മാ അങ്ങ് ഇട്ടാ മതി മോനെ, വെറുതെ ഇട്ടാ മതി. അത് പിന്നെ മെയിൻ സംഭവം ഉപ്പ. കുറവാണെങ്കിൽ പിന്നെ ചേർക്കാം ഉപ്പ്. പിന്നെ ഇതിനാവശ്യത്തിന് ഈ കറിക്ക് ശരിക്കും പറഞ്ഞാൽ അധികം എരിവ് പാടില്ല. നമ്മൾ 2 എരിവുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാൻ ഒരു 1/4 സ്പൂൺ കഷ്ട് ചേർക്കണം, എരിവ് മുളക് പൊടി കേട്ടോ. ഈ കറിക്ക് ശരിക്കും പറഞ്ഞാൽ എരിവല്ല അധികം, ഒരു എല്ലാം കൂടെ ചേർന്ന ഒരു ടേസ്റ്റ്, പുളി ഇതുമൊക്കെ. അപ്പൊ അങ്ങനെ. പിന്നെ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. കപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഇഷ്ടമുള്ള അത് കുറച്ച് മതി. ഇതിന് വാട്ടർ കണ്ടന്റ് ഉണ്ട് ടൊമാറ്റോയിൽ ഓൾറെഡി. പിന്നെ വെള്ളം എപ്പോഴാ ചേർക്കണ്ടേന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം ചേർക്കണ്ട എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയരപ്പ് അരച്ചു വെച്ചേച്ച് അരപ്പ് ചേർക്കുമ്പോ അത് കലർത്തി ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം ചേർക്കണം. അങ്ങനെയാ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താലോ? ട്രഡീഷണൽ പോട്ട്. അതെ. ഇതിന് നമുക്ക് ഈ സമയത്ത് വേപ്പില ഇടണമെങ്കിൽ ഇച്ചിരി നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് വേപ്പില ഉണ്ടല്ലോ, ഇച്ചിരി എടുത്തിട്ട് അല്ലേ. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. സ്വല്പം വേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്. അരയ്ക്കാൻ വേപ്പില ചേർക്കണുണ്ട്, കടുക് വറക്കാൻ വേപ്പില ചേർക്കണം. ഇനി നമുക്ക് മൂടിയാലോ? മൂടാം. എന്നിട്ട് നമുക്ക് ഉടനടി കറണ്ട് പോകുന്നതിന് മുമ്പ് മിക്സിയിലങ്ങ് അരച്ചെടുക്കാം. മൂടുവാട്ടോ. തേങ്ങ, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില എല്ലാം ചേർത്ത് കുഞ്ഞു ബൗളിൽ അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇത് അരയിൽ ശരിയാവൂല. ഇതിന്റെ കുറച്ച് അതിന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം അടപ്പോണ്ട് അടയ്ക്കുക. എന്നിട്ട് അവിടെ മിക്സിയിൽ അരച്ചോണ്ട് വരാം. പേസ്റ്റ് പോലെ അരയണം. നമുക്ക് നോക്കിക്കളയാം. ഉടഞ്ഞ പോലെയായി. ഇത് മീഡിയത്തിൽ ഇട്ടാട്ടോ വേവിച്ചത്. അത് പറയാൻ വിട്ടുപോയായിരുന്നു. ഒത്തിരി കലങ്ങി പോണ്ട. ഇനി നമുക്ക് അരപ്പ് ചേർത്താലോ? ചേർക്കാം. മിക്സിയിൽ തേങ്ങയും ഉള്ളികൾ 2ഉം ഇച്ചിരി വേപ്പിലയും കൂടെ ചേർത്ത് അരച്ചെടുത്തതാട്ടോ. എന്നിട്ട് ഞാനത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ചാറിനുള്ള. ചിലപ്പോ കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും. അമ്മ ഒഴിക്കുവാട്ടോ. ചാറിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കളയാം. ഇച്ചിരിയുടെ വെള്ളം വേണം, അല്ലെങ്കിൽ ഒരുപാട് കുറുകലായിട്ടിരിക്കും. ഇച്ചിരി വെള്ളവും കൂടെ ഈ പാത്രത്തിൽ കലക്കി വെച്ച് നമുക്കിതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ കടുക് വറക്കാം. അതോടുകൂടി തക്കാളി പച്ച തേങ്ങ അരച്ച കറി റെഡിയാവും. ഇതിനങ്ങനെയാട്ടോ പറയണേ, പച്ച തേങ്ങ അരച്ച കറി. ഒഴിക്കട്ടെ? ഒഴിച്ചോ. ഇത് മതിയാവും. ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. അമ്മയുടെ കറിക്കൊക്കെ നല്ല സ്മെല്ലല്ലേ? പിന്നെ കിട്ടണില്ലല്ലോ. നമ്മുടെ ഇനി തിളച്ച് കഴിയുമ്പോ നമുക്ക് ഓഫ് ചെയ്ത് കടുക് വറക്കാം. കറി തിക വന്നു. കണ്ടോ? തിളച്ചു. ഇനി പിരിഞ്ഞു പോകരുത്. അപ്പൊ നമ്മളെ ഇളക്കി കൊടുത്തേച്ച് വാങ്ങുക. തേങ്ങയരപ്പ് കറിയല്ലേ? തിക വന്ന കണ്ടോ? നോക്കിക്കേ. അതെ, മീഡിയത്തിലാണത്. ചെറിയ കൊമ്പള പോലെ വന്നാണ്ടേ. ഇനി മാറ്റുവാട്ടോ, അല്ലെങ്കിൽ കൂടുതൽ കിടന്നാ കൊള്ളൂല. കടുക് വറക്കാൻ കേട്ടോ. അപ്പൊ ഇങ്ങനെ തിക വന്നു കഴിയുമ്പോ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെങ്കിലും ഞാൻ അങ്ങനെ അവിടുത്തെ അമ്മ ചെയ്യുവായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ അതാ നല്ലത്. ഇപ്പൊ നമുക്ക് കടുക് വറക്കാൻ ഇച്ചിരി കടുകും ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഉലുവ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാലോ? ഒഴിക്കാം. പിന്നെ നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കണം. ഉള്ളി വേണം ഇതിന്. തുടങ്ങി ഉള്ളി ഇട്ടാൽ ഒരു 3 ദളം ചുവന്നുള്ളി ഇട്ടാ. ചുവന്നുള്ളി പിന്നെ നമുക്ക് ചുവന്നുള്ളി മൂത്ത് കഴിഞ്ഞിട്ട് മതി വേപ്പിലയും ഈ വറ്റൽമുളകും. ഞാൻ ഡപ്പയിൽ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് സൗകര്യം നമുക്ക് എടുക്കാം. വേപ്പില
ഇത് ഇങ്ങനെ ഇടണം. ഇതാണ് ഡപ്പ. വേപ്പിലിട്ട് വെക്കണ ഡപ്പ അല്ലേ? ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. കടുക, ഉള്ളി, പച്ചമുളകില്ലേ? നല്ല മൂത്ത് കഴിയുമ്പോൾ അത് പെട്ടെന്ന് മൂക്കൂലേ, കരിഞ്ഞു പോകൂലല്ലോ. ഇതിൻ്റെ ഒപ്പം അല്ലല്ലോ. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ വറ്റൽമുളകും വേപ്പിലേക്ക് കൊടുക്കണം. അങ്ങനെയാണ്. അത് നമ്മുടെ ട്രേഡ് മാർക്കാണ്. അതെ, വറ്റൽമുളക് ഇല്ലാത്ത പരിപാടി ഇല്ല. കടുക് വറക്കാൻ വറ്റൽമുളക് ഇല്ലെങ്കിൽ അപ്പ എന്ന് മേടിച്ചോണ്ട് വരും. അപ്പയ്ക്കും നിർബന്ധം. അതെ ഇടുക. അതെ വറ്റൽമുളക് അപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. വറ്റൽമുളക് വേണമെന്ന് കടുക് വറക്കുമ്പോൾ പണ്ടുപോലെ പറയും ഇങ്ങനെ. അത് ഈ കമ്പനിയിൽ അവിടെ ഇങ്ങനെ ഇത് ശീലിച്ചത് കൊണ്ടാണ് എനിക്ക് തോന്നണത്. വറ്റൽമുളക് ഇല്ലെങ്കിൽ തീർന്നാൽ പറഞ്ഞാൽ എന്താന്ന് മറ്റേ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു. അവിടെ അങ്ങനെയല്ലേ കഴിപ്പ്, അതുകൊണ്ടായിരുന്നിരിക്കാം. നമുക്ക് ഓഫ് ചെയ്യാം. ആയി, ഓഫ് ചെയ്യുക കേട്ടോ. കരിഞ്ഞു പോകും. എൻ്റെ ഇതിലേക്ക് ഒഴിക്കാണ്ടേ. ഇങ്ങനെ നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിച്ച നാടൻ ടൊമാറ്റോ പച്ചത്തേങ്ങ അരച്ച് വെച്ചുള്ള കറി റെഡിയായി. നമുക്ക് ചോറിൽ ഒഴിച്ചു കളയാം അല്ലേ? ഒഴിച്ചു കളയാം. ദേ അടിപൊളി. നല്ല പുളിപ്പുണ്ട് നാടനായതുകൊണ്ട്. കണ്ട നല്ല നാടൻ തക്കാളി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. വിരുന്നുകാരൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുമ്പോഴും നമുക്ക് വളരെ ഈസി ആയിട്ട് തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒത്തിരി നൊസ്റ്റാൾജിക് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എവറിഡേ മീൽസിൻ്റെ ഒപ്പം ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഒരു ഒഴിച്ചുകറിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒറ്റ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ പറ്റും. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ ഉണ്ട് കേട്ടോ. momas.kitchen65 എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ അവിടെ പോയിട്ട് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണും വരേക്ക് ബൈ.